ഞാൻ ഈ കൂലങ്കൃഷ്ടമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പറ്റിയ ഒരു ഹെയർ കളറാണ് കേട്ടോ. ഒരു 1.5 വർഷം മുമ്പ് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്തിരുന്നു. ഇപ്പോഴും അത് എന്റെ മുടിയിൽ അങ്ങും ഇങ്ങും ഒക്കെ ഉണ്ട്. പക്ഷെ ഒന്നുകൂടെ ഒന്ന് ചെയ്യണമെന്ന് തോന്നി. അന്ന് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് ഹെയർ ഡാമേജ് ആവുമെന്നൊക്കെ പേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും വലിയ കുഴപ്പമൊന്നും എന്റെ ഹെയറിന് ഉണ്ടായിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവസാനം എന്റെ ഹെയറിന് പറ്റിയ ഒരു കളർ കണ്ടുപിടിച്ചു. കഴിഞ്ഞ തവണയും എനിക്ക് ഹെയർ കളർ ചെയ്തു തന്നിരുന്നത് ശ്രീജ ചേച്ചിയാണ്. ഞാനങ്ങനെ സ്ഥിരമായി സലൂണിൽ പോകുന്ന ഒരാളല്ലെങ്കിലും മൊത്തത്തിൽ കുളമായി ഒന്ന് പോണോന്ന് തോന്നിയാൽ ഞാൻ ഓടിപ്പോകുന്നത് ശ്രീജ ചേച്ചിയുടെ അടുത്താണ്. അതിൽ ശ്രീജ ചേച്ചിയുടെ സർവീസ് ആണ് മെയിൻ. എല്ലാം നല്ല സമയമെടുത്ത് കാര്യമായിട്ട് നമുക്ക് നാളെ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത രീതിയിൽ നന്നായി ചെയ്തു തരും. അങ്ങനെ ഞാൻ മുൾക്കിരീടമൊക്കെ വെച്ച് സംഭവം സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. പിന്നെ എൻ്റെ കൂടെ മഞ്ജു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. മഞ്ജു ചേച്ചിക്ക് ഈ സലൂണ് അടുത്താണ്. മഞ്ജു ചേച്ചി ഷാർജ മൊബൈലിലാണ്, സലൂൺ അവിടെ തന്നെയാണ്. കഴിഞ്ഞ ഓരോ തവണയും നല്ല സർവീസും നല്ല അനുഭവങ്ങളും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വേറൊരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. മഞ്ജു ചേച്ചി ചെയ്യുന്ന കണ്ടപ്പം ഞാനും ഒരു പെഡിക്യൂർ ചെയ്തു. ചെയ്തു തന്ന റീത്തയായിരുന്നു. റീത്ത നമ്മുടെ ഡോൾബി അമ്മയുടെ പോക്രക്കാരിയാണ്. നമ്മളങ്ങനെ കുറച്ച് പോക്ര നേപ്പാൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പം റീത്ത ചോദിച്ചു, നിങ്ങൾ നേപ്പാളിൽ വന്നിട്ടുണ്ടോ? ഞാനപ്പോ പറഞ്ഞു, ഞങ്ങൾ ഒട്ടുമിക്ക മലയാളികളും അക്കുസേട്ടൻ്റെ കൂടെ നേപ്പാളിൽ വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് കുട്ടിമാമ, ഡോൾബി അമ്മ, റിംപോച്ച ഒക്കെ ഉണ്ടെന്ന്. അങ്ങനെ വിശേഷം പറച്ചിലിനൊടുവിൽ എന്റെ ഹെയർ ഒക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. വാഷ് ചെയ്തു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ ചൂസ് ചെയ്ത കളർ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന്. ഏ ഏ മോശമായിട്ടില്ല, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെ ആഗ്രഹിച്ചോ അതുപോലെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര സൂപ്പർ ഹാപ്പിയായി. പിന്നെ നമ്മുടെ ശ്രീജ ചേച്ചിയുടെ സർവീസ് കൂടെ ആയപ്പം സംഭവം സൂപ്പറായി. എങ്ങനെയുണ്ട്? ശ്രീ ചേച്ചിയുടെ സലൂണ് ഷാർജ മുവേലയിലാണ് കേട്ടോ. ഞാനിവിടെ ടാഗ് ചെയ്യുന്നുണ്ട്.